ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതത്തിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരം ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച KR നാരായണന്റെ ജീവിതം യുവജനങ്ങൾക്ക് പ്രചോദനമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണ പരിപാടികൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ശിവഗിരിയിൽ അല്പസമയത്തിനകം തുടക്കം കുറിക്കും. കോട്ടയം, എറണാകുളം ജില്ലകളിൽ വിവിധ പരിപാടികളിലും പങ്കെടുക്കും. ഞായറാഴ്ച ആരംഭിക്കുന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയിൽ വെർച്വലായി പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് പശ്ചിമബംഗാളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. പലസ്തീനിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കാൻ ഇസ്രായേൽ ബാധ്യസ്ഥരെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരം ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തിരുവനന്തപുരം രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. Sri Narayan believed that human values are essential for the growth of a civilization and are fundamental to the development of a society. As our nation moved ahead to achieve the goal of Viksit Bharat, it is essential to ensure that all citizens, especially the weakest and most marginalized, get equal opportunities to realize their dreams. KR നാരായണൻ മുന്നോട്ടുവെച്ച ജനാധിപത്യ ചിന്തയും മാനുഷിക മൂല്യങ്ങളും എക്കാലവും മാതൃകയാക്കണമെന്നും ശ്രീമതി മുർമു അനുസ്മരിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച KR നാരായണന്റെ ജീവിതം രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രചോദനമായിരിക്കുമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. I have many fond memories of KR Narayanan Sahab. I learned a lot from him. Today, where I stand, much credit goes to Narayanan Sahab. I am confident that this gesture will inspire countless citizens, especially the youth, to learn about and take pride in life and legacy of President KR Narayanan. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണ പരിപാടികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ മഹാസമാധിയിൽ രാഷ്ട്രപതി പ്രണാമം അർപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാഷ്ട്രപതിയുടെ പാല സെന്റ് തോമസ് കോളേജിലെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. വൈകിട്ട് 3:50 കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ എത്തുന്ന രാഷ്ട്രപതി 4:15 കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനം ഉദ്ഘാടനം ചെയ്യും. കർശനമായ സുരക്ഷ ഉൾപ്പെടെയുള്ള നടപടികളാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പാല സെന്റ് തോമസ് കോളേജിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. ഗതാഗത ക്രമീകരണങ്ങൾക്കൊപ്പം ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെയും പ്രവർത്തന സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി നാളെ രാവിലെ കോട്ടയത്ത് നിന്നും ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോകും. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് രാഷ്ട്രപതി വൈകിട്ട് ഡൽഹിക്ക് മടങ്ങും. മലേഷ്യയിൽ നടക്കാനിരിക്കുന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയിൽ വെർച്വലായി പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായും മലേഷ്യ ആസിയാൻ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതിൽ അഭിനന്ദനം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 26 മുതൽ 28 വരെ കൊലാലംപൂരിലാണ് ആസിയാൻ ഉച്ചകോടി നടക്കുന്നത്. ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 6-നും രണ്ടാംഘട്ടം 11-നും നടക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് പരിപാടിയുടെ ഭാഗമായി BJP NDA പ്രവർത്തകരുമായി ഇന്ന് വെർച്വലായി സംവദിക്കും. വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരുടെ പങ്കാളിത്തമാണ് NDAയുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ 1000-ലധികം ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്.
നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാണ് നടപടി. BLOമാർക്കുള്ള നിയമന പ്രക്രിയ ഏപ്രിലിൽ ആരംഭിച്ചുവെങ്കിലും ഈ മാസം 17 വരെ 1000-ലധികം പേർ ചുമതല ഏറ്റെടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകിയത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഉള്ളടക്കങ്ങളിൽ വ്യക്തമായ ലേബലിംഗ് നിർബന്ധമാക്കി വിവരസാങ്കേതിക വിദ്യാ നിയമങ്ങളിൽ ചില ഭേദഗതികൾക്ക് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തു. തെറ്റായ വിവരങ്ങൾ അവിശ്വസനീയമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ AI വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അറിയിച്ചു. ഇത് വിശദമായി പരിശോധിക്കാൻ ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യൻ നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിനെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് അഭിസംബോധന ചെയ്യും. 2047-ൽ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കും. സേനാ മേധാവിമാർ, നാവിക കമാൻഡർമാർ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള പഹൽഗാം ആക്രമണം ലോകം ഒരിക്കലും മറക്കില്ലെന്ന് ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ സഹായം നൽകുന്നതും ഇന്ത്യയ്ക്കെതിരായ നയമായി ഭീകരതയെ ഉപയോഗിക്കുന്നതും അന്താരാഷ്ട്ര സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യ UN മിഷന്റെ ആദ്യ സെക്രട്ടറി രഘുപുരി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 127ാം പതിപ്പ് ഈ മാസം 26-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ പങ്കുവയ്ക്കാം. പലസ്തീൻ മേഖലയിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കാൻ ഇസ്രായേൽ ബാധ്യസ്ഥരാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഗാസ മുനമ്പിൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായി ഐക്യരാഷ്ട്രസഭ നൽകുന്ന ദുരിതാശ്വാസ ശ്രമങ്ങളെ ഇസ്രായേൽ പിന്തുണയ്ക്കണമെന്നും 11 ജഡ്ജിമാരുടെ പാനൽ വ്യക്തമാക്കി. പലസ്തീനിലെ ജനങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിനുള്ള അവശ്യവസ്തുക്കൾ ഉറപ്പാക്കണമെന്ന നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം തമിഴ്നാട്ടിലും ശക്തമായ മഴ തുടരുകയാണ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ദുർബലമായി ഇന്ന് വടക്കുപടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ഈ മാസം 27-ന് തുടങ്ങും. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം വിതരണം ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി ക്രമക്കേട് കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുരാരി ബാബുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയേക്കും. പുതുക്കിയ GST നിരക്കുകൾ ആരോഗ്യമേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ GST എടുത്തുമാറ്റി. ബാൻഡെയ്ഡ്, ഗ്ലൂക്കോമീറ്റർ, തെർമോമീറ്റർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ GSTയും 12-ൽ നിന്നും 5% കുറച്ചു. ഇന്ത്യയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 265 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 264 റൺ നേടി. ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യരും അർദ്ധ സെഞ്ചുറി നേടി. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുംബൈയിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെടുന്നവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. ഛഠ് ഉത്സവ തിരക്ക് കണക്കിലെടുത്ത് പ്രതിദിന ശരാശരി 300 സ്പെഷ്യൽ ട്രെയിനുകൾ ഉൾപ്പെടെ അടുത്ത 5 ദിവസങ്ങളിൽ ഇന്ത്യൻ റെയിൽവേ 1500 സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതത്തിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരം ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച KR നാരായണന്റെ ജീവിതം യുവജനങ്ങൾക്ക് പ്രചോദനമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണ പരിപാടികൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ശിവഗിരിയിൽ തുടക്കം കുറിച്ചു. കോട്ടയം, എറണാകുളം ജില്ലകളിൽ വിവിധ പരിപാടികളിലും പങ്കെടുക്കും. ഞായറാഴ്ച ആരംഭിക്കുന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയിൽ വെർച്വലായി പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം ഇന്ന് അവസാനിക്കും. നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് പശ്ചിമബംഗാളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. പലസ്തീനിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കാൻ ഇസ്രായേൽ ബാധ്യസ്ഥരെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.